നമസ്കാരം. എംഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ക്ലാസ് സി ഫയർ, താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ക്ലാസ് സി ഫയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? ഇലക്ട്രിക് ഫയറാണ് നമ്മൾ എന്താ പറയുക, ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് പർപ്പസ് ഓഫ് സെറ്റിംഗ് ഓഫ് ടീത്ത് ഇൻ ഹാക്സോ ബ്ലേഡ്? അതിൻ്റെ ഉത്തരം അലോ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദി ബ്ലേഡ്. അതായത് ബ്ലേഡിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിംഗ് ഓഫ് ഹാക്സോ ബ്ലേഡ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ചിസൽ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മെറ്റൽ ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിങ്? അതായത് ചെയിൻ ഡ്രിൽ ചെയ്ത ശേഷം അതിനകത്തുള്ള മെറ്റൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിസലിൻ്റെ പേര് ഏത്? അതിന് നമ്മൾ വെബ് ചിസൽ എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി കട്ടിംഗ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റ് ഇൻ ജനറൽ പർപ്പസ്. ജനറൽ പർപ്പസ് യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ കട്ടിംഗ് ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണെന്ന് വെച്ചാൽ 118 ഡിഗ്രിയാണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിത്ത് വെർ ത്രെഡ് ഹാസ് ആൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ഡാഷ്. അതായത് വിത്ത് വെർ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 55 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദി ബ്ലാങ്ക് സൈസ് ഓഫ് M12 ഇൻറ്റു 1.75 mm? അതായത് ഈ M12 പറയുന്ന M12 സൈസുള്ള ത്രെഡ് ഇടുന്നതിന് ബ്ലാങ്ക് സൈസ് എത്ര ഇടണം എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയെന്ന് വെച്ചാൽ 11.82 mm ആണ് ബ്ലാങ്ക് സൈസ് വരിക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 30H7 ബാർ G6 ഡാഷ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ G. അതായത് ഇങ്ങനൊരു ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ G എന്ന് പറയുന്നത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. G എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റാണ്, H എന്ന് പറഞ്ഞാൽ ഹോളാണ്. സോ ഇതിന് ചോദിച്ചാൽ G ആയതുകൊണ്ട് ആൻസർ ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് കാൽക്കുലേറ്റിംഗ് ഡ്രിൽ സൈസ് ഫോർ റീമർ? അതിൻ്റെ ഉത്തരം റീമർ സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ വി ബ്ലോക്ക്. വി ബ്ലോക്കിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്ര? 90 ഡിഗ്രിയാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ. ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ 8 മുതൽ 12 ഡിഗ്രി വരെയൊക്കെയാണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബെഞ്ച് വൈസ് ഈസ് സ്പെസിഫൈഡ് ബൈ ഡാഷ്. ബെഞ്ച് വൈസ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? വിഡ്ത്ത് ഓഫ് ദി ജോ അനുസരിച്ച് സ്പെസിഫൈ ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ 5S കോൺസെപ്റ്റ് 5S സ്റ്റാൻഡ് ഫോർ ഡാഷ്. 5S കോൺസെപ്റ്റിൽ 5S എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട്, സെറ്റ്, ഷൈന്, സ്റ്റാൻഡേർഡൈസ്, സസ്റ്റെയിന്. ഡി ആണ് ശരിയായ ഉത്തരം. എക്സ്റ്റേണൽ ത്രെഡ് കട്ടർ ഈസ് നോൺ ആസ് ഡാഷ്. എക്സ്റ്റേണൽ ത്രെഡ് കട്ടർ ചെയ്യുന്നതിന് പറയുന്നത് ഡൈ ആണ്. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ്. ഇൻറ്റേർണൽ ത്രെഡാണ് നമ്മൾ എന്തെങ്കിലും ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ മാർക്കിംഗ് ഓഫ് ഗ്രൈൻഡിംഗ് വീൽ ദി ഷെല്ലാക് ബൗണ്ട് ഈസ് റെപ്രസെൻറ്റ് ബൈ ദി ലെറ്റർ ഡാഷ്. അതായത് ഷെല്ലാക് ബൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇ ആണ്. സോ ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ മൈക്രോമീറ്റർ ഈസ് ഡാഷ്. വെർനിയർ മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര വെച്ചാൽ 0.001 mm ആണ്. സോ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ് ഈസ് കാൾഡ് ഡാഷ്. അതിന് നമ്മൾ ടോളറൻസ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഫൈൻഡ് ദി ലീസ്റ്റ് ഔട്ട് ഓഫ് വെർനിയർ ബിവൽ പ്രൊട്ടക്ട്? വെർനിയർ 2 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി സിംഗിൾ കട്ട് ഫയൽ ഹാസ് എ റോ ഓഫ് ടീത്ത് ഓഫ് കട്ട് ആൻഡ് ആംഗിൾ ഓഫ് ദ. സിംഗിൾ കട്ട് ഫയലിൻ്റെ ആ കട്ട് ചെയ്യുന്ന ടീത്തിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണെന്ന് വെച്ചാൽ 60 ഡിഗ്രി ആയിരിക്കും. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ടോപ്പ് സർഫസ് ഓഫ് ജോയിൻറ്റ് ദി ഫ്ലാങ്ക് ഓഫ് ദി സെയിം ത്രെഡ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ക്രസ്റ്റ് എന്നാണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി തംബ്ലർ ഗിയർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഡാഷ്. തംബ്ലർ ഗിയർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫീഡ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സോളിബിൾ കട്ടിംഗ് ഓയിൽസ് ഗീവ് എ ഗുഡ് പെർഫോമൻസ് ഇൻ ഹാർഡ് വാട്ടർ? അതിൻ്റെ ഉത്തരം സെർവോ കട്ട് എക്സൽ ഓയിലാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒബ്ലിക് കട്ടിംഗ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഡാഷ്. ഒബ്ലിക് കട്ടിംഗ് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ റഫ് ടേണിങ്ങിന് വേണ്ടിയിട്ട് ഒബ്ലിക് കട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ദി കേസ് ഫോർ ദിസ് ഡിഫക്റ്റ് ഈസ് ദി ടൂൾ കട്ടിംഗ് എഡ്ജ് ബീങ് ബേൺഡ് ഓർ ഗെറ്റിംഗ് ബേൺഡ് ഡ്യൂറിങ് ഇറ്റ്സ് ട്രാവൽ ആൻഡ് ദി carriage not bring log. Which defect is this dash? അതിൻ്റെ ഉത്തരം കോൺവെക്സ് ഫേസ് എന്നാണ്.
ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് advisory that the tool to be used for finishing the tool should have dash. അതിന് ഉത്തരം ലാർജ് നോസ് റേഡിയസ് ദാൻ നോർമൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ കാർപ്പറ്റ് ടൂൾ ആർ യൂസ്ഡ് ഡാഷ് ഹയർ കട്ടിംഗ് സ്പീഡ് ദെൻ ദാറ്റ് ഓഫ് ദിസ് HSS ടൂൾ മേ ബി ചൂസൺ ഡാഷ്. അതിൻ്റെ ഉത്തരം 3 to 4 ടൈം ആണ് ശരിയായ ഉത്തരം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പോണൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് ലെങ്തി എക്സ്റ്റേണൽ ബാർ ലോങ് വിത്ത് ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ്. അതിന് ഉത്തരം കാറ്റ് ഹെഡ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ഹൈ കാർബൺ സ്റ്റീൽ. അതായത് ഹൈ കാർബൺ സ്റ്റീൽ എത്ര പെർസെൻറ്റേജ് വെച്ചാൽ 0.8 മുതൽ 1.4 വരയ്ക്കാണ് ഹൈ കാർബൺ. താഴത്തെ ഓപ്ഷനിൽ ഏതും ശരിയല്ലോ. നൺ ഓഫ് ദിസ് ആണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ മേക്കിംഗ് ക്രെയിൻ ഹുക്ക്. ക്രെയിൻ ഹുക്ക് ഏതുകൊണ്ടാണ്? റോഡ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിറ്റർമൈൻ ദി ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് അബ്രസീവ് വീൽ. അബ്രസീവ് വീലിൻ്റെ ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഗ്രേഡ് ഓഫ് ബോണ്ട് അതിനനുസരിച്ചാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഓഫ് സ്പ്ലാഷ് മെത്തേഡ് ഓഫ് ലൂബ്രിക്കേഷൻ. സ്പ്ലാഷ് മെത്തേഡ് ഓഫ് ലൂബ്രിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ റിംഗ് ഓയിലിംഗ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മില്ലിംഗ് കട്ടർ ഈസ് യൂസ്ഡ് ഫോർ മില്ലിംഗ് ഡീപ്പ് നാരോ സ്ലോട്ട് ആൻഡ് കീവേസ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേജ്ഡ് ടീത്ത് സൈഡ് മില്ലിംഗ് കട്ടറാണ് വേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഈസ് കറക്റ്റ് എബൌട്ട് അപ്പ് മില്ലിംഗ് കട്ട്. അപ്പ് മില്ലിംഗ് കട്ടർ ഫാക്ടർ പറയുന്നത് ദി ചിപ്പ് തിക്നെസ് ഈസ് 0 ഇൻ സ്റ്റാർട്ടിങ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും, പിന്നെ എൻഡിൽ തിക്നെസ് കൂടുതലായിരിക്കും. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മില്ലിംഗ് മെഷീൻ വിച്ച് ഈസ് ദി ഫോളോയിങ് പ്രൊവൈഡ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ടു ദി മെഷീൻ. അതിൻ്റെ ഉത്തരം ബ്രേസ് എന്നാണ്. എ ആണ് ശരിയായ ഉത്തരം, ബ്രേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിൻ കട്ട് ഓഫ് വീൽസ് ആർ മെയ്ഡ് വിത്ത് ഡാഷ്. അതിൻ്റെ ഉത്തരം ഓർഗാനിക് ബോണ്ട് കൊണ്ട് ഉണ്ടാക്കിയത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് RPM ഫോർ ടേണിംഗ് എ ജോബ് ഹാവിംഗ് ഡയമീറ്റർ 15 mm ആൻഡ് കട്ടിംഗ് സ്പീഡ് ഈസ് 62.85 മീറ്റർ പെർ മിനിറ്റ്. നമുക്ക് കണ്ടിരിക്കുന്നത് RPM ആണ് കണ്ടത്. നമുക്ക് സ്പീഡ് കാണാനുള്ള സ്പീഡ് ഈക്വൽ ടു πdn ഡിവൈഡ് ബൈ 1000 ആണ്. അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ആൻസർ നമ്മൾ കഴിഞ്ഞാൽ സ്പീഡ് തന്നതുകൊണ്ട് RPM ആണ് കാണേണ്ടത്. അപ്പോൾ n അവിടെ നിർത്തി ഇവിടെ കൊണ്ടുവരുന്നത് സ്പീഡ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ π ഇൻറ്റു dg. അങ്ങനെ ചെയ്യുന്നത് 400 എന്നാണ് കിട്ടുന്നത്. സോ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് പ്രൊഡ്യൂസസ് സ്കെയിൽ ഫ്രീ സർഫസ് ഓൺ വർക്ക് പീസ്. അതായത് വർക്ക് പീസിൻ്റെ സർഫസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എ ആണ് ശരിയായ ഉത്തരം.